ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു എളിയ സാക്ഷിയായി ദൈവജനത്തിന് മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ അപ്പൻ ഒരു അവസരം കൂടി തന്നതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ മനോഹരമായ ഒരു സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് നിർത്തിയിരിക്കുന്നു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഒരു സമയമെന്ന് ഞാൻ പറയും. കാരണം ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നല്ല സമയമെന്ന് ഞാൻ പറയും. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഈ ഭൂമിയിലെ ജീവിതം ഏറ്റവും വിശുദ്ധിയോടെ ജീവിച്ചുകൊണ്ട് അവനോടൊപ്പം നിത്യ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ തക്കോണം, അവൻ്റെ സന്നിധിയിൽ അവനോടൊപ്പം ദൈവത്തെ പാടിപ്പുകഴ്ത്തുവാൻ തക്കോണം നമ്മളെ ഓരോരുത്തരെയും കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഈ ഭൂമിയിലെ ജീവിതം ഏറ്റവും വിശുദ്ധിയോടെ ജീവിക്കാൻ തക്കോണം, പാപം കൂടാതെ ജീവിപ്പാൻ തക്കോണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കുക. നമ്മൾ കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന പ്രകാരം പാപം കൂടാതെയാണോ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? അനേകർ ചിന്തിക്കും പാപം കൂടാതെ ജീവിക്കുക എന്നുള്ളത് അസാധ്യമാണെന്ന്. എന്നാൽ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയുവാൻ സാധിക്കും. കർത്താവായ യേശുക്രിസ്തു നമ്മളുടെ ഓരോരുത്തരെയും ഹൃദയത്തിലുണ്ടെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഒരു ദൈവപൈതലിന് പാപം കൂടാതെ ജീവിക്കുവാൻ സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരു 100% വിശുദ്ധനായി ജീവിക്കുവാൻ സാധിക്കുമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം 100% വിശുദ്ധനായി ജീവിച്ചത് യേശുക്രിസ്തു മാത്രമാണ്. എന്നാൽ പാപത്തെക്കുറിച്ച് നമ്മൾക്ക് ബോധ്യം വരും. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു പാപം വരികയാണെങ്കിൽ ആ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനത്തിന് മുമ്പാകെയാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു നല്ല സമയമാണ് ഈ ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുക എന്നുള്ളത്. ഞാൻ ഇപ്രകാരം ചിന്തിക്കേണ്ടായി. ഭൂമിയിൽ അനേകം മനുഷ്യരുണ്ട്, അനേകം ക്രിസ്ത്യാനികളുണ്ട്, അനേകർ സഭയോടും അതുപോലെ തന്നെ പല ആരാധനാക്രമങ്ങളോടും അതുപോലെ തന്നെ പല ആത്മീയ പ്രവർത്തനങ്ങളോടെല്ലാം ചേർന്ന് നിൽക്കുന്നു. എന്നാൽ എന്താണ് നമ്മുടെ കൂട്ടായ്മയുടെ പ്രത്യേകത? അനേകരെ ഈ കൂട്ടായ്മയിലേക്കെല്ലാം ക്ഷണിക്കുമ്പോൾ അനേകർ പറയുന്നൊരു കാര്യമുണ്ട്. വേറെ ഒന്നുമല്ല, ഈ കൂട്ടായ്മ ഏറ്റവും ഊന്നിപ്പിടിക്കുന്നൊരു കാര്യമാണ് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന ഒരു വചനമാണ് ഇവിടെ എപ്പോഴും പ്രഘോഷിക്കപ്പെടുന്നത്. ഈ കൂട്ടായ്മ ഊന്നിപ്പറയുന്നൊരു കാര്യമുണ്ട്: പാപം ചെയ്യുന്ന നാളിൽ നിൻ്റെ ആത്മാവ് മരിക്കും. പാപം കൂടാതെ ഈ ഭൂമിയിൽ ജീവിച്ചാൽ മാത്രമേ നിത്യ സ്വർഗരാജ്യം അവകാശമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഈ പാപം കൂടാതെ ജീവിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അത് ക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ മാത്രമാണ് നമുക്ക് സാധിക്കുന്നത്. എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ സാധിക്കുന്നത്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ വചനം കേട്ടാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, എന്താണ് ഏറ്റവും നല്ലൊരു സമയത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നതെന്ന്. ഈ ക്രിസ്തുവിൻ്റെ കാൽപാദത്തിൽ ചേർന്നിരുന്നുകൊണ്ട് അവൻ്റെ വചനം കേൾക്കുവാൻ തക്കോണം കർത്താവായ യേശുക്രിസ്തു നമ്മൾക്ക് ഒരു അവസരം കൂടി തന്നിരിക്കുന്നു. എൻ്റെ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ അല്പസമയം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തോട് എങ്ങനെ നമുക്ക് നിരപ്പാകാം എന്നുള്ളതിനെക്കുറിച്ചാണ്. കർത്താവായ യേശുക്രിസ്തുവിനോട്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പാപം കൂടാതെ ഈ ഭൂമിയിൽ ജീവിക്കാം, അല്ലെങ്കിൽ പാപം ചെയ്ത വ്യക്തിക്ക് എങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനോട് തൻ്റെ പാപത്തെ ഏറ്റുപറയാം. തിരുവചനത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. അതിപ്രകാരമാണ് 51 സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യം: എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. യു ഷുഡ് അക്നോളജ് യു ആൻഡ് റെക്കഗ്നൈസ് യുവർ സിൻ. നമ്മുടെ പാപത്തെ നമ്മൾ അറിയണം. അനേകർക്ക് ഇന്ന് പാപത്തെക്കുറിച്ച് അറിയില്ല. പലരും പറയാറുണ്ട്, ഇതൊക്കെ ഒരു പാപമാണോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുണ്ട് അമിത ഭക്ഷണം പാപമാണെന്ന്. ഞാൻ ചിന്തിച്ചു, അമിത ഭക്ഷണം പോലും പാപമാണെന്നെല്ലാം പറയുന്നത് ഈ ഭൂമിയിലൊരു മനുഷ്യൻ എങ്ങനെ സാധ്യമാകുന്ന കാര്യമാണ് ഈ പാപത്തിൽ നിന്നെല്ലാം മോചനം നേടുക എന്നുള്ളത്? എന്താണ് അവിടെ പറഞ്ഞത്? എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു എന്ന്. വീണ്ടും വചനത്തിൽ പറയുന്നു, 32-ാം സങ്കീർത്തനം 5-ാം വാക്യം: എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു എന്ന്. ഈ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയണമെങ്കിൽ എന്താണ് ചെയ്തത്, എന്താണ് എൻ്റെ ജീവിതത്തിൽ വന്നുകൂടിയ പാപമെന്ന് അറിയണം. എൻ്റെ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചെയ്തു പോയ പാപത്തെ നാം അറിയണം. നമുക്ക് പാപം മോചിച്ചു തരാൻ വേണ്ടി
നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? പാപത്തെക്കുറിച്ച് അറിയണം. ഞാനും എൻ്റെ ജീവിതത്തിൽ ഇതുമാത്രമാണ് ചെയ്തത്. ഞാൻ ക്രിസ്തുവിൻ്റെ വചനത്തിന് മുമ്പാകെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിലൂടെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് എൻ്റെ പാപത്തെ അറിയുവാൻ സാധിച്ചു. ഞാൻ എന്തെല്ലാം പാപപ്രവൃത്തിയിലൂടെയാണ് ജീവിച്ചു പോകുന്നത് എന്ന് എനിക്ക് അറിയുവാൻ സാധിച്ചു. അറിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പാപത്തെ അറിയാനൊന്ന് ശ്രമിച്ചത്. അത് ഈ ക്രിസ്തുവിൻ്റെ നിർമ്മല വചനം മൂലമാണ് എനിക്ക് സാധ്യമായത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞുവല്ലോ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ വചനം, ഈ വചന കേൾവിയിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് പാപത്തെ അറിയുവാൻ എനിക്ക് സാധിച്ചു. വീണ്ടും നാം വായിക്കും യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ്. ആഖാൻ യോശുവയോട്, ഞാൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയോട് പിഴച്ച് ഇന്നത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അവിടെ വ്യക്തമായി എന്താണ് പാപം ചെയ്തത് എന്നുള്ളൊരു ബോധ്യത്തിലാണ് പറഞ്ഞത്. ഞാൻ ഇന്ന പാപം ചെയ്തിരിക്കുന്നു എന്ന്. പാപമോചനം വേണമെങ്കിൽ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ വന്ന പാപത്തെക്കുറിച്ച് വ്യക്തമായി നാം അറിയണം, അല്ലെങ്കിൽ നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്താണ്? അക്നോളജ് ആൻഡ് റെക്കഗ്നൈസ് യുവർ സിൻ. ഞാൻ പറഞ്ഞതുപോലെ അനേകരിന്ന് ഈ പാപത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് ഈ ക്രിസ്തുവിൻ്റെ വചനത്തിലൂടെയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വചനങ്ങൾ കേൾക്കാനായിട്ട് ഇന്ന് നമ്മൾ ഓരോരുത്തരും കാതോർത്ത് നിൽക്കുന്നത്. രണ്ടാമത് എന്താണ്? സദൃശ്യവാക്യം 28-ാം അധ്യായം 13-ാമത്തെ വാക്യം, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഒന്നാമത് നമ്മൾ പാപത്തെ അറിയണം. രണ്ടാമത് പാപത്തെ ഓർത്ത് അനുദപിക്കണം. കൺഫസ് ടു ഗോഡ് വിത്ത് ജെനുവിൻ സോറോ. പാപത്തെ ഓർത്ത് അനുദപിച്ച് അവൻ്റെ സന്നിധിയിൽ ഏറ്റുപറയണം. 1 ദിനവൃത്താന്തം 21-ാം അധ്യായം 17-ാമത്തെ വാക്യം ഇപ്രകാരം പറയും, ദാവീദ് ദൈവത്തോട്, ജനത്തെ എണ്ണുവാൻ പറഞ്ഞവൻ ഞാനല്ലയോ? ദോഷം ചെയ്ത പാപി ഞാനാകുന്നു. ഈ ആടുകൾ എന്ത് ചെയ്തിരിക്കുന്നു? യഹോവേ എൻ്റെ ദൈവമേ, നിൻ്റെ കൈ ബാധയ്ക്കായിട്ട് നിൻ്റെ ജനത്തിന്മേലല്ല എൻ്റെ മേലും എൻ്റെ പിതൃഭവനത്തിന്മേലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മൾക്ക് ആ വേദഭാഗമെല്ലാം വ്യക്തമായിട്ട് എല്ലാവർക്കും തന്നെ അറിയുന്നതാണ്. എന്നാൽ ദാവീദ് പറയുകയാണ്, ഈ ജനത്തിന്മേൽ വരാതെ എൻ്റെ മേൽ വരട്ടെ. കാരണം ആ പാപം ചെയ്തത് ഞാനാണ് എന്ന് ദാവീദ് ഏറ്റുപറയുകയാണ്. അതിൻ്റെ എൻ്റെ മേലും, ജനത്തിന്മേലല്ല എൻ്റെ മേലും എൻ്റെ പിതൃഭവനത്തിന്മേലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദാവീദ് അവിടെ പറയുകയാണ്, ജനത്തിന്മേൽ വരാതെ എൻ്റെ മേൽ വരട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, അതാണ് ഒരു ആത്മീയൻ്റെതായ ലക്ഷണം. ഒന്ന്, നാം പാപത്തെ അറിഞ്ഞ് അല്ലെങ്കിൽ പാപത്തെ മനസ്സിലാക്കണം. ജീവിതത്തിൽ വന്നുപോയ പാപത്തെ നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, രണ്ട്, നാം പാപത്തെക്കുറിച്ച് അല്ലെങ്കിൽ പാപത്തെക്കുറിച്ച് അനുദപിച്ച് അത് ഏറ്റുപറയണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഏറ്റുപറഞ്ഞ അനേകരെ കുറിച്ചാണ് ഞാനിവിടെ അല്പസമയം സംസാരിക്കാനായിട്ട് പോകുന്നത്. പാപത്തെക്കുറിച്ച് ഏറ്റുപറഞ്ഞ അനേകരെ നമുക്കറിയാം. വീണ്ടും വായിക്കാം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 26-ാം അധ്യായം 75-ാം വാക്യം ഇപ്രകാരമാണ്, എന്നാരെ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുന്ന യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. പത്രോസ് പറയുകയാണ്, ഇല്ല, ഞാൻ ഒരിക്കലും നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞ പത്രോസ്, കോഴി കൂകും മുമ്പേ 3 വട്ടം നീ എന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞു. പത്രോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യമുണ്ടായി. എന്നിട്ട് അവൻ അനുദപിച്ച് കരയുകയാണ് അവിടെ ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ജീവിതത്തിലെ പാപത്തെക്കുറിച്ച് ഒരു അനുതാപം, യഥാർത്ഥമായ ഒരു അനുതാപം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വചനത്തിന് മുമ്പാകെ കടന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്വന്തം പ്രാർത്ഥന ചെയ്യുമ്പോൾ, കർത്താവെ ഞാൻ ഇന്നത് ചെയ്തിരിക്കുന്നു എന്ന് ഓരോ പാപത്തെക്കുറിച്ചും എടുത്തു പറഞ്ഞുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ അനുദപിച്ച് ഏറ്റുപറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്ക് വായിച്ച് കേൾക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം 21-ാമത്തെ വാക്യം അതിപ്രകാരമാണ്, മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, നീ നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. ഒട്ടുമിക്ക ആൾക്കാർക്കും തന്നെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് അതും. എൻ്റെ ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. ആ മുടിയനായ പുത്രൻ്റെ ഒരവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അവൻ തനിക്ക് ലഭിക്കുന്ന വകകളെല്ലാം വാങ്ങിക്കൊണ്ട് അപ്പനെ വിട്ട് ദൂരദേശത്തേക്കെല്ലാം പോയി. എന്നാൽ മടങ്ങി വന്ന് അവൻ പറയുകയാണ്, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയി, നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായി അവൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഒരു അനുതാപം വന്നു കഴിഞ്ഞപ്പോൾ, പാപത്തെക്കുറിച്ച്, അവൻ ചെയ്തു കൂട്ടിയ സകല പാപത്തെക്കുറിച്ചും ഒരനുതാപം വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു കരച്ചിൽ വരികയാണ്, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയി. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നിങ്ങൾ ഈ വചനങ്ങളെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയേ. പ്രിയപ്പെട്ടവരെ, ഇന്നും നിങ്ങൾ ഓരോരുത്തരും പാപത്തിൻ്റെ അന്ധകാരത്തിലാണോ ജീവിക്കുന്നത്? പാപത്തിൻ്റെ ബന്ധനം നിങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഒരു സമർപ്പണം യേശുവിനോട് പറയാം. ഒന്നും ചെയ്യേണ്ട പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. നിങ്ങളുടെ പാപത്തെക്കുറിച്ച് ഓർത്ത്, കർത്താവേ,
കർത്താവെ ഇന്നിന്ന പാപം വ്യക്തമായിട്ട് യേശുവിനോട് പറയാ, ഇന്നിന്ന പാപങ്ങൾ ഞാൻ ചെയ്ത് കൂട്ടിയിരിക്കുന്നു കർത്താവെ, നിൻ്റെ ഒരു തുള്ളി രക്തത്താൽ ആ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന രക്തമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു തുള്ളി രക്തം എൻ്റെ തലമേലൊന്ന് പൊഴിക്കണമേ എന്ന് പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞുവല്ലോ എൻ്റെ ജീവിതത്തിൽ ഇത് മാത്രമാണ് സംഭവിച്ചത്. ഞാൻ ഓർക്കുന്നു, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ സകല പാപത്തെ ഞാൻ അറിഞ്ഞപ്പോൾ ആ പാപമെല്ലാം ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് ഞാൻ ഒരു ബഹുമാനപ്പെട്ട വൈദികൻ്റെ അടുത്തെല്ലാം പോയത് ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ അനുദപിച്ചുകൊണ്ടാണ് പോയത്. ഞാൻ അനേക ദിവസങ്ങൾ ആ പാപമെല്ലാം എൻ്റെ ബെഡിലെല്ലാം വെച്ച് അനേക സമയങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പനോട് പറഞ്ഞു, കർത്താവേ ഇന്നിന്ന പാപങ്ങൾ ഞാൻ ചെയ്തിരിക്കുന്നു, എനിക്കൊരു പാപമോചനം തരുമോ എന്ന് അനേകം ആഴ്ചകളോളം ഞാൻ പ്രാർത്ഥിച്ച് ബഹുമാനപ്പെട്ട വൈദികൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വൈദികൻ ആ പാപമൊന്നും വായിച്ച് കേൾക്കാൻ തയ്യാറായില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ വൈദികൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ ആ പാപം എഴുതി വെച്ചപ്പോൾ തന്നെ യേശു ക്രിസ്തു അത് കണ്ടിരിക്കുന്നു, നിന്റെ സകല പാപവും മോചിച്ചു തന്നിരിക്കുന്നു, പോക, ഇനി പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ വചനം കേട്ടതിലൂടെയാണ് എനിക്കിതെല്ലാം സാധ്യമായത്. പാപത്തെക്കുറിച്ച് അനുദപിച്ച് വ്യക്തമായ ഒരു അനുതാപത്തോടുകൂടി അവൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും യേശു ക്രിസ്തു നമ്മളുടെ ഓരോരുത്തരുടെയും പാപത്തിന് ഒരു പരിഹാരമായതാണ്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതാണ്. അത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അനുദപിച്ച് ഏറ്റുപറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു വാക്കുകൂടാം അവനോട് പറയണം, കർത്താവെ ഇനി അറിഞ്ഞുകൊണ്ട് ഞാനൊരു പാപത്തിലേക്കും പോവുകയില്ല എന്ന്. വീണ്ടും അവിടെ വായിച്ച് കേൾക്കാം. 2 ശമൂവേൽ അതിൻ്റെ 12-ാം അധ്യായം 11-ാമത്തെ വാക്യം. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞതിൻ്റെ ആകത്തുകയാണ് ആ വാക്യത്തിൽ. യഹോവയുടെ ഏറ്റുപറയുകയാണ്, ഞാൻ ഇന്ന പാപം ചെയ്തിരിക്കുന്നു. ഇന്ന പോലെ ബേർശബയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കർത്താവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ അത് അവസാനത്തെ വാക്യം എന്താണ്? യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. നാഥാൻ പ്രവാചകൻ പറയുകയാണ്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല എന്ന്. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനുദപിച്ച് ഏറ്റുപറയുന്ന പാപത്തെ മോചിപ്പിച്ചു തരുവാൻ ഒരു യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കത് വിശ്വസിക്കാം. പാപത്തിൻ്റെ ആഴ്ചകളിൽ ആണ്ടുപോയിരിക്കുന്ന ആരെങ്കിലും വളരെ ദുഃഖത്തോടെ എനിക്കൊരു പാപത്തിൽ നിന്ന് മോചനം കിട്ടുമോ എന്നുള്ളൊരു അവിശ്വാസത്തോടെ ഇരിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പരിപൂർണമായിട്ട് വിശ്വസിക്കാം, യേശു ക്രിസ്തു ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ ഓരോരുത്തരെയും പാപങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ ഓരോരുത്തരെയും പാപങ്ങൾ വഹിച്ചുകൊണ്ടാണ് നമ്മളെ ഓരോരുത്തരെയും നിത്യ സ്വർഗ്ഗരാജ്യത്തിൽ എത്തിക്കുവാൻ വേണ്ടി അവൻ നമ്മളോട് ഓരോരുത്തരോടും ഈ വചനത്തിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം അതിപ്രകാരമാണ്. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവെ എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കേണ്ടതുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതെന്താണ് അവിടെ പറഞ്ഞത്? അവിടെ വ്യക്തമായി നമ്മൾ പാപത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നീക്കുപോക്ക് വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യണം. നിങ്ങൾക്ക് ഈ ഭാഗം വ്യക്തമായിട്ട് അറിയാവുന്നതാണല്ലോ. സക്കായി പറയുകയാണ്, സക്കായിയുടെ ഭവനത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നു. സക്കായിയുടെ ഭവനത്തിലേക്ക് യേശു ക്രിസ്തു കടന്നു വന്ന് ആ കുടുംബത്തിൽ ഞാൻ പറയും വ്യക്തമായൊരു മാനസാന്തരം ലഭിച്ചു. ആ വ്യക്തമായ മാനസാന്തരത്തിലൂടെ സക്കായി ഏറ്റുപറയുന്ന ഭാഗമാണത്. എന്താണ് പറയുന്നത്? വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കാമെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സക്കായിയുടെ കാര്യം അറിയാം. ചുങ്കക്കാരൻ പറയുന്നതിലുപരിയായിട്ട് അതിലേറ്റവും കൂടുതൽ അതിൻ്റെ ഇരട്ടി പണമെല്ലാം പിരിച്ചുകൊണ്ടിരുന്നൊരു അവസ്ഥ. കർത്താവായ യേശു ക്രിസ്തു ആ ഭവനത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ വ്യക്തമായി പറയുകയാണ്, ഞാൻ എന്തെങ്കിലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇരട്ടിയായി മടക്കി കൊടുക്കാമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊടുത്തു തീർക്കേണ്ടതായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? അത് വെച്ചുകൊണ്ടിരിക്കരുത്. അതിന് നീക്കുപോക്ക് വരുത്തുക. മേക്ക് അമെൻമെൻറ്റ്സ്. നമ്മൾ നീക്കുപോക്ക് വരുത്തുക. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്ക് വായിച്ച് കേൾക്കാം. യെശയ്യാ പ്രവാചനം അതിൻ്റെ 30-ാം അധ്യായം 21-ാമത്തെ വാക്യം. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ദൈവത്തോട് പാപം കൂടാതെ ജീവിക്കുവാൻ തക്കോണം നാം ഓരോരുത്തരും ദൈവത്തോട് ഒരു മാർഗനിർദ്ദേശം ചോദിച്ച് മേടിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനോട് നമ്മൾക്ക് ഓരോരുത്തർക്കും ഇന്ന് ചോദിക്കാം, കർത്താവെ ഞാൻ പാപം കൂടാതെ ജീവിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള. പ്രിയപ്പെട്ടവരെ, അവിടെ വ്യക്തമായൊരു മാർഗോപദേശം തരുമെന്നാണ് കർത്താവായ യേശു ക്രിസ്തുവോടെ പറയുന്നത്. യെശയ്യാ പ്രവചനം 30-ന്റെ 21, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക്
പിറകിൽ നിന്ന് കേൾക്കും. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പാപം കൂടാതെ നമ്മൾ ഓരോരുത്തരും ജീവിക്കണമെങ്കിൽ നമ്മൾ ഏത് സമയത്തും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽപാദങ്ങളിൽ ചേർന്നിരുന്നുകൊണ്ട് നമ്മളെ നേർവഴിക്ക് നടത്തണമേ എന്നുള്ളൊരു പ്രാർത്ഥന നമ്മുടെ ഉള്ളത്തിൽ നിന്ന് വരണം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ യേശു ക്രിസ്തു നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ഈ ഭൂമിയിൽ എത്രത്തോളം വിശുദ്ധിയോടെ ജീവിക്കാമോ, പാപം കൂടാതെ ജീവിക്കാമോ, അത്രത്തോളം വിശുദ്ധിയോടെ ജീവിച്ചുകൊണ്ട് അവനോടൊപ്പം ആ നിത്യ സ്വർഗരാജ്യം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കർത്താവിനോട് പറയണം, കർത്താവേ, എനിക്ക് പാപം കൂടാതെ ജീവിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം എൻ്റെ ഉള്ളത്തിലുണ്ട്. കർത്താവേ, എന്നാൽ എനിക്കത് സാധ്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവേ, നീ എന്നോട് കൂടെയിരിക്കണമേ, നീ എനിക്ക് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരണമേ എന്ന് നിങ്ങൾ ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിനോട് പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും അവൻ പിറകിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും അവൻ്റെ സന്നിധിയിൽ അവനോട് സമർപ്പിച്ചുകൊണ്ട് അവനോട് ചോദിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ്, ഞാൻ പറഞ്ഞുവല്ലോ, എൻ്റെ ജീവിതത്തിൽ അത് തന്നെയാണ് ചെയ്തത്. ഓരോ കാര്യങ്ങളും ഞാൻ യേശു ക്രിസ്തുവിനോട് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥനയിൽ കർത്താവിനോട് ചോദിക്കും, നിൻ്റെ ഹിതം ഇന്നതാണെങ്കിൽ ഇന്നതുപോലെ നടക്കണമെന്നെല്ലാം ഞാൻ പറഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുകയാണ്. വീണ്ടും നമുക്ക് വായിച്ച് കേൾക്കാം സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിൻ്റെ എല്ലാ വഴികളും അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. ഇന്ന് അനേകർ തെറ്റിപ്പോകുന്നത് വേറൊന്നുമല്ല, ആത്മീയരാണെന്ന് പറയുകയും ചെയ്യും, എന്നാൽ സ്വന്തം വിവേകത്തിലൂന്നും സ്വന്തം ബുദ്ധിയിൽ പല കാര്യങ്ങളും തീരുമാനിക്കും. ഇവിടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വ്യക്തമായിട്ട് ഒരു സാക്ഷ്യം എന്നോളം നിങ്ങളോട് പറയട്ടെ. ഞാൻ എല്ലാ കാര്യങ്ങളും, ഒട്ടുമിക്ക കാര്യങ്ങളും, ഒരു 95% കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റുള്ളൂ, 100% എന്ന് പറയാൻ സാധിക്കില്ല. എന്നാലും ഒരു 95% കാര്യങ്ങളും ഞാൻ എൻ്റെ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും വിശുദ്ധിയോടെ നിൽക്കുന്നു എന്നല്ല പറയുന്നത്. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയെല്ലാം ആയിത്തീരുന്നിട്ടുണ്ടോ, അതിനെല്ലാം കാരണം യേശു ക്രിസ്തുവിൻ്റെ വചനമാണ്. ഈ കർത്താവായ യേശു ക്രിസ്തു എന്നെ വഴി നടത്തിയത് കൊണ്ടാണ്. എനിക്ക് യാതൊരു പ്രാഗൽഭ്യമോ യാതൊരു ആത്മീയ പരിജ്ഞാനമോ ഒന്നുമുള്ളൊരു വ്യക്തിയല്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഈ കർത്താവായ യേശു ക്രിസ്തു ഒരു കാര്യം ചെയ്യുന്നു തന്നു, അല്പവിശ്വാസം തന്നു. ഒരു യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചുവെന്നും അവൻ ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണെന്നും അനേകരെ പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കോണം ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കും എന്നുള്ള പൂർണ്ണമായ ബോധ്യം എനിക്ക് തന്നു. എൻ്റെ ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വേറെ പ്രത്യേകിച്ച് യാതൊരു യോഗ്യതയും എനിക്കില്ല. പ്രിയപ്പെട്ടവരെ, അവൻ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തരും. പാപം കൂടാതെ ജീവിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മളെ ഓരോരുത്തരെയും എങ്ങനെയാണ് ഓൾവേസ് പ്രേ ആൻഡ് സീക്ക് ഗൈഡൻസ് ഫ്രം ഗോഡ്. ഓൾവേസ് പ്രേ ആൻഡ് സീക്ക് ഗൈഡൻസ് ഫ്രം ഗോഡ്. ദൈവത്തോട് മാർഗോപദേശം തേടണം. വീണ്ടും നമുക്കൊരു വാക്യം വായിച്ച് കേൾക്കാം. സങ്കീർത്തനം അതിൻ്റെ 32-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഞാൻ അതാണ് പറഞ്ഞത്, ഞാൻ നിനക്ക് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരുമെന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ്. ഏതാണ് വഴി, ഏതാണ് നല്ല വഴി, ജീവൻ്റെ വഴി ഏതാണെന്ന് ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മൾക്ക് പറഞ്ഞു തരുമെന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നാം പാപം കൂടാതെയാണോ ജീവിക്കുന്നത്, അതോ ഇന്നും ഉള്ളിൽ വെച്ചുകൊണ്ട് പല പല ചെറിയ ചെറിയ പാപങ്ങളെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ചില വികാരങ്ങൾ, പ്രിയപ്പെട്ടവരെ, ദേഷ്യം, കയ്പ്, അസൂയ, ഇതെല്ലാം വെച്ചുകൊണ്ടാണോ നമ്മൾ ഇന്ന് ജീവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, എന്നാൽ നിങ്ങൾക്ക് ഇന്ന് വ്യക്തമായൊരു തീരുമാനം നിങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിൽ എടുക്കാമോ? എന്താണ് എടുക്കേണ്ടത്? കർത്താവിനോടൊന്ന് പറയണം, എൻ്റെ പാപം ഇന്നതാണെന്ന് ഞാൻ അറിയുന്നു കർത്താവേ, ഞാൻ ആ പാപത്തെക്കുറിച്ച് അനുദപിക്കുന്നു കർത്താവേ. കർത്താവേ, എനിക്കൊരു കാര്യം വിശ്വാസമാണ്, പാപത്തെ ഓർത്ത് അനുദപിച്ച് നിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയാണെങ്കിൽ നീ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നവനാണെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. നിൻ്റെ രക്തം, കുഞ്ഞാട്ടിൻ്റെ രക്തം, ആ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന രക്തമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ തിരുരക്തത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു കർത്താവേ. ആ തിരുരക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവേ, നീ എനിക്ക് മുന്നോട്ടുള്ള വഴിയൊന്ന് ഉപദേശിച്ചു തരണമേ. കർത്താവിനോട് നിങ്ങൾക്കൊന്ന് പറയാമോ? എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വേറൊന്നും ചെയ്തില്ല. യേശു ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുകയും ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്തതിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ഞാനൊന്ന് ക്രമപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ആ വചനം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്ന് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ആ ക്രിസ്തുവിൻ്റെ നിർമ്മല സ്നേഹം ആ തിരുവചനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഞാൻ സകല പാപത്തെയും കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു.
എന്നാൽ ഇന്ന് ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പാപങ്ങൾ വരികയാണെങ്കിൽ അവൻ എനിക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. നീ ഇന്ന പാപം ചെയ്തു, നീ ഇന്നത് ചെയ്ത് ശരിയായില്ല എന്ന് ബോധ്യം വരുത്തും. പ്രിയപ്പെട്ടവരെ, അതാണ് ക്രൂസിലെ സ്നേഹം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വേണ്ടതും അതാണ്. യേശു ക്രിസ്തു മാർഗോപദേശം തരുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ മാർഗോപദേശം നമ്മുടെ ഹൃദയത്തിലേക്ക് തരുന്ന ഒരു പാപബോധമായിരിക്കാം. നീ ഇന്ന കാര്യം ചെയ്തു, നീ ഇത് ചെയ്തത് ശരിയായില്ല എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ ദിവസത്തിൽ നിങ്ങൾ തിരുവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല സമയത്ത് നിങ്ങളെല്ലാം പാപത്തെ ഉപേക്ഷിച്ചതായിരിക്കാം, പല സമയത്ത് നിങ്ങൾ സമർപ്പണങ്ങളെല്ലാം എടുത്തതായിരിക്കാം. എന്നാൽ ഇന്ന് വ്യക്തമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തമായൊരു സമർപ്പണം നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കാമോ? വേറൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി. കർത്താവേ, എനിക്ക് ഈ 2026 ഏറ്റവും വിശുദ്ധിയോടെ, കർത്താവേ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യത്രത്തോളം വിശുദ്ധിയോടെ ജീവിക്കാമോ? പാപം കൂടാതെ കർത്താവേ, ശുദ്ധിമതിയായി ശുദ്ധിമാനായി ഈ ഭൂമിയിൽ എത്രത്തോളം വിശുദ്ധിയോടെ ജീവിക്കാമോ അത്രത്തോളം വിശുദ്ധിയോടെ എന്ന് ജീവിക്കണമെന്ന് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് നിങ്ങൾക്കൊന്ന് പറയാമോ? അവൻ്റെ സന്നിധിയിൽ നിങ്ങൾക്കൊന്ന് താഴ്ന്നിരിക്കാമോ? അവനോട് പറയാമോ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും ഞാൻ ഓർക്കുന്നു കർത്താവേ, അവയെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ എൻ്റെ ഹൃദയം വെമ്പുകയാണെന്ന് നിങ്ങൾ യേശു ക്രിസ്തുവിനോടൊന്ന് പറയുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവർ, എനിക്ക് പരിപൂർണ്ണ വിശ്വാസമാണ് അത് കാണുവാനും അത് കേൾക്കുവാനുമായിട്ട് ഒരു സ്വർഗത്തിലെ അപ്പൻ നിങ്ങൾ എവിടെ ഇരുന്ന് ഈ വചനം കേൾക്കുന്നോ അവിടെ കടന്നു വരും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം പരിപൂർണ്ണമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്കിന്നൊന്ന് സമർപ്പിക്കാമോ? പ്രിയപ്പെട്ടവരെ, എന്താണ് കർത്താവിനോട് നിരപ്പാകാൻ ചെയ്യേണ്ടത്? ഒന്ന്, നമ്മുടെ പാപത്തെ അറിയണം. 2, പാപത്തെ ഓർത്ത് അനുഗമിക്കണം. 3, നീക്കുപോക്ക് വരുത്തണം. എൻ്റെ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും കൊടുത്തു തീർക്കണം കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു, മോഷ്ടിച്ച വസ്തുക്കളെല്ലാം ഞാൻ തിരിച്ചു കൊടുത്ത ഞാൻ ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പൈസ കൊടുക്കാനുള്ളവരാണെങ്കിൽ പൈസയെല്ലാം കൊടുത്തു തീർക്കണം. എനിക്ക് പരിപൂർണമായിട്ട് പറയാം, ഒരു പൈസയിൽ പോലും ഒരണുവിൽ പോലും തെറ്റുപറ്റരുതെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഒരിക്കലും ഞാൻ അതിൽ ആഗ്രഹിച്ചാൽ എൻ്റെ ദൈവത്തിന് സ്തോത്രം ഞാൻ നിന്നു എന്നല്ല പറയുന്നത്, എന്നാൽ ആഗ്രഹമുണ്ട്. അറിയാതെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം, അറിഞ്ഞുകൊണ്ട് ഒരു പൈസയിൽ പോലും ക്രമക്കേട് വരാതെ എനിക്ക് ജീവിക്കണം എന്നൊരാഗ്രഹം എൻ്റെ ദൈവത്തിന് നന്ദിയുള്ള സ്തോത്രം ആ ദൈവം തന്നിരിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നീക്കുപോക്ക് വരുത്തുക. എൻ്റെ ദൈവത്തിന് നന്ദിയുള്ള സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഒന്ന് കൊടുക്കാമോ? കർത്താവിനോടൊന്ന് പറയാമോ, കർത്താവെ, പാപം കൂടാതെ ജീവിപ്പാൻ, ഏറ്റവും വിശുദ്ധിയോടെ ജീവിപ്പാൻ എന്നോട് മനസ്സിലിടമേ എന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പരിപൂർണ്ണ വിശ്വാസമാണ് എനിക്ക്. ആ യേശു ക്രിസ്തു കാതോർത്തിരിക്കുന്നു, നിങ്ങളുടെ ഓരോരുത്തരെയും പാപത്തെ മോചിച്ചു തരും. ആ യേശു ക്രിസ്തു പ്രിയപ്പെട്ടവരെ ഇന്നും ജീവിക്കുന്നവനാണ്. നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിലേക്ക് അവൻ കടന്നു വരുമ്പോൾ ആ പാപത്തിൻ്റെ സകല ബന്ധനങ്ങൾ നമ്മളിൽ നിന്ന് മാറ്റിത്തരും. ദൈവത്തിരുന്നാം മാത്രം മാത്തപ്പെടാനിടയാട്ടെ. ദൈവത്തിന് സ്തോത്രം.